നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകരെയും കെയറിംഗ് ഹാൻഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സ്ത്രീകളിലെ പ്രമേഹം എന്ന ടോപ്പിക്കിനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം അരുമനയിലെ യാന മദർ ആൻഡ് ചൈൽഡ് കെയർ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലീലാമണിയാണ്. ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു 1 hour ഫോൺ ഇൻ ലൈവ് പ്രോഗ്രാമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളിലെ പ്രമേഹം എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് എന്ത് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ഡയൽ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഡോക്ടറോട് നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് കടക്കാം. ഡോക്ടർ, സ്ത്രീകളിലെ പ്രമേഹം ഒരുപാട് ലേഡീസ് ഫേസ് ചെയ്യുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇന്നത്തെ കാലത്ത്. സ്ത്രീകളിൽ ഏത് പ്രായം തൊട്ടാണ് ഡയബറ്റിക് ഇഷ്യൂസ് വരുന്നത്? ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ തോന്നുന്നത് വയസ്സായവർക്ക്, പ്രായമായവർക്ക് വരുന്ന ഒരു അസുഖം എന്നാണ്. അപ്പോൾ ഏത് പ്രായത്തിലാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ആർക്ക് വേണമെങ്കിലും വരാം. പണ്ട് മുതലേ നമുക്കൊരു വിചാരം ഇതാണ്, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അത് കൊച്ചുകുട്ടികൾക്കോ ചെറുപ്പക്കാർക്കോ ഒന്നും വരുന്ന ഒരു അസുഖമല്ല എന്നുള്ളതാണ്. എന്നാൽ ഡയബറ്റീസിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചെറുപ്പം മുതൽ തന്നെ കൊച്ചു കുട്ടികൾക്ക് മുതൽ ഈ ഡയബറ്റീസ് കാണാം എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമുക്ക് ഡയബറ്റീസ് കാണുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കാണ് ഡയബറ്റീസ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. അത് ശരിക്കും ഇൻസുലിൻ കൊണ്ട് മാത്രം അത് ചികിത്സിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇൻസുലിൻ കൊടുത്തുകൊണ്ട് മാത്രം തന്നെ. അതിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിന് നല്ല ഒരു ശ്രദ്ധ ഇതിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും. പണ്ട് ശരിക്കും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാണ്. അത്രയേ ഒരു ബുദ്ധിമുട്ടുള്ള സാധനം. ഇൻസുലിൻ കിട്ടിയാൽ തന്നെ അത് സ്റ്റോർ ചെയ്യുന്നത്, ഇൻസുലിൻ എപ്പോഴും തണുപ്പിൽ സ്റ്റോർ ചെയ്താൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ, തണുത്ത ടെമ്പറേച്ചറിൽ മാത്രമേ അതിൻ്റെ പൊട്ടൻസി അല്ലെങ്കിൽ അതിൻ്റെ കഴിവ്, ആ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. അന്നേക്കാലത്ത് ഇൻസുലിൻ കിട്ടിയാൽ തന്നെ അത് സൂക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് കാലം ഒരുപാട് മാറി. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു മിഠായി പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതുവഴി ഇൻസുലിൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയും, അത് ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് നോർമലാണ്. അതാണ് ഒരു വ്യത്യാസം. മറ്റ് അസുഖങ്ങൾ പോലെയല്ല. ഈ ഇൻസുലിൻ അങ്ങ് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള ഡോസിലെടുത്ത് ഷുഗർ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു നോർമൽ ലൈഫ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അത് വളരെ പ്രധാനമായ ഒന്നാണ്. ഇപ്പം പല മാർഗങ്ങളുണ്ട്, പല തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇൻസുലിൻ ശരീരത്തിലെത്തിക്കാനായിട്ട്. പെൻ പോലെ കിട്ടുന്ന സാധനങ്ങളുണ്ട്, പിന്നെ അതിൻ്റെ പമ്പുകളുണ്ട്. പല പല സംവിധാനങ്ങളിൽ നിന്ന് ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ജുവനൈൽ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അപ്പോൾ തന്നെ അങ്ങ് വീട്ടുകാരെല്ലാം ഭയങ്കര നിരാശരായിപ്പോവും. എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും, എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു സാധാരണ കുട്ടിയെപ്പോലെ തന്നെ വളരും. ഈ ചെറുപ്രായത്തിൽ ശരിക്കും ജുവനൈൽ ഡയബറ്റിക് പലപ്പോഴും അറിയുന്നത് എങ്ങനെയാണ്, ആ കുഞ്ഞിൻ്റെ ഒരു ഉത്സാഹമില്ലായ്മ, ക്ഷീണം, ഫറ്റീഗ്, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ അതിൻ്റെ സീരിയസ് ആയ കണ്ടീഷനിൽ ചിലപ്പോൾ ബോധക്കേട്, വെട്ടൽ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടാണ് അതറിയുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അണുബാധകൾ, ഈ പ്രതിരോധ ശേഷി ഇല്ലാതെ പോവുകയും പിന്നെ അത് എപ്പോഴും അണുബാധ വരികയും ചെയ്യും. അങ്ങനെയാണ് കുഞ്ഞുനാളിൽ നമ്മളത് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ നമ്മളൊരു കൊച്ചുകുട്ടിക്ക് ഇത് പിന്നെ പെട്ടെന്ന് അത് ശോഷിച്ചു പോവുക, ഒട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളിലൂടെയാണ് കൊച്ചുകുട്ടികൾക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചെറിയൊരു ടോപ്പിക്കിലേക്ക് വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് 20 വർഷമായി വയസ്സ് 75. ഇപ്പൊ ഈ മെട്രോർമിനും ഗ്ലൈമീഫറൈഡും പിന്നെ ഇഞ്ചക്ഷനും ഉണ്ട്, അല്ല ഇതുണ്ട്. 5-6 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. 30
25 എടുത്തോണ്ടിരുന്നു. നല്ല ഡോസിൽ ചിലപ്പോ ഈ ഇൻസുലിൻ. പ്രമേഹം കൂടുമ്പോ 40 ഡോക്ടർ പറയും. ആ ആ അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എടുത്തു കഴിയുമ്പോ ചില സമയത്ത് ഭയങ്കര ക്ഷീണം തോന്നും, ഒരു ഉറക്കം വരുന്ന പോലെ ആ അതൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിക്ക് എടുത്ത് ലിമിബ്രൈഡും കഴിച്ച് പിന്നെ ഈ ഹാർട്ടിന്റെ ആസ്പിരിനും എറ്റോർവേഷനും എന്ന് പറഞ്ഞൊരു ഗുളിക മരുന്നുകൾ ഒരുപാട് എടുക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞ് ഇന്നലെ രാത്രിക്ക് മയങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഉഷ്ണവും പരവേശോ വെട്ടി കയറി ഞാൻ അതിന്റെ സ്ത്രീകൾ കൂട്ടി ഷുഗർ താഴ്ന്നു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് പോയി ഇച്ചിരി പഞ്ചസാരയും വാരിച്ചിട്ട് വെള്ളവും കുടിച്ചു. ഇതിങ്ങനെ തീർത്തും ഇടയ്ക്ക് കൂടിയും കുറഞ്ഞു വരുന്നത്. നമ്മൾ ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഉച്ചയ്ക്ക് ചോറ്, രാവിലെ ഗോതമ്പിന്റെ എന്തെങ്കിലും പലഹാരം, 4 മണിക്ക് ചിലപ്പോ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കും. പഴയ പോലുള്ള വലിയ വിശപ്പില്ല. അതാകും നിങ്ങൾ കഴിക്കുന്നതല്ലാന്ന് വെച്ചാൽ വിശപ്പുണ്ടായിട്ടല്ല. ഒരു പിന്നെ ഷുഗറിന്റെ ഒക്കെ കഴിക്കുന്നുണ്ട്. എന്റെ ആയിപ്പോയിട്ടൊന്ന് പേടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇപ്പൊ തന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ ഇൻസുലിൻ എടുത്തില്ല, ഇത് പേടിച്ചിട്ട് വൈകിട്ട് പറഞ്ഞു വരുന്നത് 2 ഇൻസുലിൻ എടുത്തിട്ട് ഇപ്പൊ എനിക്കൊരു ക്ഷീണം പോലെ വന്നിട്ട് ഉറക്കമല്ല, കുറച്ച് നേരം കിടന്നേ എനിക്ക് ഉറങ്ങുന്നില്ല. ഇപ്പോൾ ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു ചികിത്സയും കുറച്ച് സങ്കീർണം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പം നമുക്ക് ഈ ചികിത്സയുടെ കൂടെ കുറച്ച് നമ്മുടെ മോണിറ്ററിങ് ആവശ്യമുണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ കൂടുന്നത് പോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകുന്നതും നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ചിട്ടയായ ആഹാരക്രമം വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കുറച്ച് എക്സർസൈസൊക്കെ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇൻസുലിൻ ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഡോക്ടർ നിങ്ങളുടെ ഷുഗർ ലെവൽ അനുസരിച്ചായിരിക്കും ഈ മരുന്നുകൾ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഷുഗർ താഴ്ന്നു പോകും. അപ്പം നമുക്കിപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് നമുക്കൊരു ഹോം മോണിറ്ററിങ് കൂടെ നടത്തണം. ഇപ്പം മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഗ്ലൂക്കോമീറ്ററൊക്കെ ഉണ്ട്, അതിൻ്റെ സ്ട്രിപ്പും ലഭ്യമാണ്. അപ്പോൾ പേഷ്യൻ്റ് തന്നെയാണ് അവർ നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും. പിന്നെ നിങ്ങളുടെ ആ ഡേഞ്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു, പെട്ടെന്ന് വേർക്കുന്നു, ബോധക്കേട് പോലെ, ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഷുഗർ നോക്കുകയല്ല, കുറച്ച് ഷുഗർ കഴിക്കുക തന്നെയാണ്, മധുരം കഴിക്കുക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഷുഗർ കുറഞ്ഞു പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കുന്നതിനേക്കാളും നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ് ഈ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഷുഗർ അങ്ങ് കുറച്ച് കളയുന്നത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് പിന്നെ ഇൻസുലിൻ്റെ ഡോസ് കൂടിയാലും അങ്ങനെ കുറഞ്ഞു പോകാം. എന്നാലും നമ്മൾ ഈ കഴിക്കുന്ന ഗുളികകൾ അതെപ്പോഴാണ് അതിൻ്റെ ഷുഗർ ലെവൽ ഏറ്റവും കുറയ്ക്കുന്ന സമയം, ആ സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മുടെ ആഹാരം എല്ലാം ക്രമീകരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള എപ്പോഴും നമുക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നത് നല്ലൊരു കാര്യമല്ല. അപ്പം നമ്മൾ ആഹാരത്തിലൊരു ക്രമീകരണം വരുത്തുക. അത് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള രോഗികൾ തന്നെയാണ് അത് കണ്ടുപിടിക്കുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ ആഹാരം താമസിച്ചിട്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അതുപോലെ മരുന്നുകൾ എടുക്കുന്നതും കൃത്യസമയത്തായിരിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ മരുന്നുകൾക്കെല്ലാം ഒരു ഇഫക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഉടനെ അല്ല അതിൻ്റെ ഇഫക്റ്റ് കുറേ നേരം കാണും. ചില മരുന്നുകൾക്ക് 12 മണിക്കൂർ കാണും. ചില മരുന്നുകളുടെ അതിൻ്റെ പീക്ക് ലെവൽ, അതിൻ്റെ പീക്ക് ആക്ഷൻ എത്തുന്നത് ചിലപ്പോൾ 2-3 മണിക്കൂർ എത്തുമ്പോഴായിരിക്കും. അപ്പോൾ അതെല്ലാം കൊണ്ടിട്ട് തന്നെ പല മരുന്നുകളും അതിൻ്റെ കൂടെ ഇൻസുലിനും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഷുഗർ കുറഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ കുറച്ച് ഷുഗർ നമ്മുടെ അടുത്ത് കരുതിയിരിക്കണം. ഈ മരുന്ന് വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഡപ്പയിൽ കുറച്ച് ഷുഗറും കരുതിയിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷീണവും ഹൈപ്പോഗ്ലൈസീമിയ ആവണമെന്നില്ല. നമുക്ക് ഷുഗർ കുറയുമ്പോൾ മിക്കവാറും നമുക്കൊരു ക്ഷീണവും അതിൻ്റെ കൂടെ ഒരു വേർപ്പും ഒരു കിടുകിടുപ്പും ഒക്കെ എല്ലാം കൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് വരാതെ തന്നെ നോക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഷുഗർ നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷുഗർ വായിലിട്ടിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ഷുഗർ നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഷുഗർ കുറഞ്ഞു പോയിട്ടാണോ എന്നുള്ളത്. അപ്പം അല്ലാതെ ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ചികിത്സ എപ്പോഴും രോഗിയുടെ കൂടെ ഒരു കംപ്ലയിൻസ് അല്ലെങ്കിൽ അവരും കൂടെ ഇതിന് നേരെ കൊണ്ടുപോയാൽ മാത്രമേ ചികിത്സ ഫലവത്താവുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി. ഷുഗർ കുറഞ്ഞു പോകുന്നതും കേടാണ്, ഷുഗർ നിയന്ത്രിക്കാതെ പോകുന്നതും കേടാണ്.
അപ്പോൾ ഇത് രണ്ടിനും ഇടയിലൊരു സമനില പാലിച്ചുകൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നുകളെല്ലാം ഡോക്ടർ പറയുന്ന പോലെ കഴിക്കുക, അതിൻ്റെ ഇടയിൽ നമ്മുടെ തന്നേതായിട്ട് ഒരു ആഹാരക്രമം ഉണ്ടാക്കുക, അതനുസരിച്ച് ചെയ്യുക. എപ്പോഴെങ്കിലും ആ ക്രമത്തിലൊരു മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ മാറാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ കോളറിന് മുന്നേ ജുവനൈൽ ഡയബറ്റിക് കണ്ടീഷൻസിനെ പറ്റി അപ്പോൾ സംസാരിച്ചു. കൊച്ചുകുട്ടികളിൽ വരുന്ന ഡയബറ്റീസ്, പെൺകുട്ടികളിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ പ്രത്യുൽപാദന അവയവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ജുവനൈൽ ഡയബറ്റിക് ആകുമ്പോൾ നമ്മൾ ഒരു മച്ചുറാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അഡോളസെൻ്റ് ഏജിലാണ് ജുവനൈൽ ഡയബറ്റിക് ആകുന്നത് അല്ലെങ്കിൽ ഡയബറ്റീസ് വരുന്നതെങ്കിൽ അവരുടെ ഈ മച്ചുറേഷൻ താമസിക്കാൻ സാധ്യതയുണ്ട്. അണ്ടോൽപാദനം നടന്നല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ തുടങ്ങിയ കുട്ടികൾക്ക് തന്നെ മെൻസ്ട്രുവേഷൻ വരാതായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവരുടെ പ്രത്യുൽപാദന ശേഷിയെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജുവനൈൽ ഡയബറ്റിക്കിന് നമ്മൾ അവരുടെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ തന്നെയാണ്, ഇൻസുലിൻ സപ്ലിമെൻറ്റേഷൻ തന്നെയാണ്. അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി അവരുടെ ഒരു നോർമൽ ലൈഫ് എന്ന പോലെ അത് കറക്റ്റായിട്ടല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെയും ബാക്കി ഡെവലപ്മെൻറ്റ്സിനെ എല്ലാം ബാധിക്കാന്നുള്ളതാണ്. ഇപ്പോൾ കരിയർ തന്നെ നല്ലതായിട്ട് പഠിക്കാൻ കോളറുണ്ട്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഹലോ മാഡം, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? ഞാനിവിടെ വിജിതാന്നാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് ഓൾറെഡി ഷുഗർ ഉള്ള പേഷ്യന്റ് ആണ്. എത്ര വയസ്സുണ്ട്? 41 വയസ്സ്. 41. നമ്മളിത് കുറച്ച് നാള് ഒരു 8 വർഷമായിട്ട് ഉണ്ട്. നമുക്കിത് മെഡിസിൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോണോ, അതെങ്ങനെയാ മാഡം ഇതിന്റെ? ഷുഗർ ഇപ്പം നിയന്ത്രിച്ചിട്ടാണോ? ഇപ്പൊ ഷുഗർ നിയന്ത്രിച്ചിട്ടാണോ? അതെ അതെ, നല്ല നോർമലാണ്, നല്ല നോർമലാണ്. എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ മരുന്ന് നമ്മൾ ഫുള്ളി നിർത്താൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഡോസൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷുഗർ കഴിക്കുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടാക്കി, എക്സർസൈസ്, നമ്മൾ കഴിക്കുന്ന ഷുഗർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അത് ഉപയോഗിക്കണം. ചുമ്മാ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഷുഗറായിട്ട് തന്നെ നിൽക്കുകയും നമ്മൾ വലിയ ഡോസ് മരുന്നുകൾ. വ്യായാമത്തിന് നല്ലൊരു റോളുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഡയറ്റിൽ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ച്, നമ്മളിപ്പോൾ കേരളീയരാകുമ്പോൾ നമുക്കൊരു ചോറ് കഴിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് മാഡം, ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോ ചോറ് കഴിക്കാറില്ല. ഗോതമ്പ് കഴിക്കും. ചോറ് അപ്പൊ ചിലര് പറയും ചപ്പാത്തി കഴിക്കാൻ പാടില്ല. അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വാങ്ങിക്കുന്നതിൽ പലരും അവർ കുറച്ച് ഷുഗർ ചേർക്കാൻ, സോഫ്റ്റ് ആക്കാനായിട്ട്. നമ്മൾ അതെന്താണെന്നറിയാമോ? അതിനകത്തും ഉണ്ട് ഗോതമ്പ് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കുന്നവർ ചോറ് കഴിച്ചുകൂടാ, ഗോതമ്പ് കഴിച്ചാൽ കുഴപ്പമില്ല. ഗോതമ്പിനകത്തും ഉണ്ട് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ അവിടെ എല്ലാം അതിൻ്റെ അളവ് നിയന്ത്രിക്കുക. ഇപ്പം നമ്പർ വളരെ കൂടുതലായിട്ട് നമ്മൾ ഗോതമ്പ് കഴിച്ചാൽ ചോറ് കഴിക്കുന്ന അതേ ഇഫക്റ്റാണ്. ഗോതമ്പിൻ്റെ വേറൊരു ഗുണമുണ്ടെന്ന് പറയുന്നത് അതിന് നമുക്ക് വിശക്കാതിരിക്കും, വിശപ്പ് കുറവാണ്. ഈ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിനും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നൊരു സാധനമുണ്ട്. ചില സാധനം നമ്മൾ അങ്ങോട്ട് കഴിച്ചാൽ ഉടൻ അങ്ങ് ഷുഗർ കൂട്ടും, അതാണ് ഏറ്റവും ഡേഞ്ചറസ്. ഫ്രൂട്ട്സിൽ തന്നെ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന ഫ്രൂട്ട്സ് ഉണ്ട്, എന്നാൽ പതുക്കെ മാത്രം ക്രമേണ നമുക്ക് ഷുഗർ വരുന്നുണ്ട്. നല്ല ഫൈബറുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് നമുക്ക് നല്ലതാണ്. പക്ഷേ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലഡിൽ ഷുഗർ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം ഡയബറ്റീസ് വന്നവർക്ക് പറയും മേഡം, ഒരു സംശയം എന്താ വെച്ചാൽ കാല് നമ്മുടെ തള്ളവിരലില് പരിപ്പ് വരിക, അതുപോലെ വലത്തെ സൈഡില് ഞരമ്പ് വഴി വേദന വരിക, കുറച്ചു നേരം ഇരുന്ന് കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എണീക്കുമ്പോ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുക, അതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ തോന്നണത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും, നമ്മുടെ ബോഡിയിൽ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഷുഗർ അത് നല്ല അളവിൽ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഹാർട്ടിന് അസുഖം, കിഡ്നിക്ക് അസുഖം, നമ്മുടെ ഞരമ്പുകൾക്ക് അസുഖം, ന്യൂറോപ്പതി എന്ന് പറയും, അതാണ് ഈ കുത്തുന്ന പോലെയൊക്കെ. പിന്നെ നമ്മുടെ ജോയിൻസിൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദം പോലത്തെ പ്രശ്നങ്ങൾ, കണ്ണിന് അസുഖം, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, കാഴ്ച കുറയുക. അപ്പോൾ എല്ലാ സിസ്റ്റത്തിലും ഒരു ഇൽ ഇഫക്റ്റുള്ള അല്ലെങ്കിൽ ഒരു ബാഡ് ഇഫക്റ്റുള്ള ഒരു
അസുഖം തന്നെയാണ് ഡയബറ്റീസ്. പക്ഷെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഇഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ. പണ്ടൊക്കെ ഒരു ടാബ്ലറ്റൊക്കെയാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഈ ഡോക്ടറായ സമയത്തൊക്കെ ഡയോനിൽ എന്ന് പറയുന്ന ഒരു ഗുളികയാണ് എല്ലാവരുടെയും ഒരു മരുന്നെന്ന് പറയുന്നത്. അതിങ്ങനെ കഴിച്ചുകൊണ്ട് അതിനെ തോന്നിയ പോലെ പകുതി കഴിക്കും, ചിലപ്പോൾ ഒന്ന് കഴിക്കും, അങ്ങനെയൊക്കെ കഴിച്ച് നടന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് മരുന്നുകളും ലഭ്യമാണ്, ട്രീറ്റ്മെൻറ്റും ലഭ്യമാണ്, അതിൻ്റെ കൂടെ തന്നെ നമുക്കത് ഷുഗർ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ലഭ്യമാണ്. ഇതിനെല്ലാം ഉപരി ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് നമ്മുടെ എക്സർസൈസ്, നമ്മൾ എന്ത് ഷുഗർ അകത്തോട്ട് കഴിക്കുന്നോ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഷുഗർ അങ്ങോട്ട് അകത്ത് ചെന്നിട്ട് അതെല്ലാം നമ്മുടെ മരുന്ന് നിയന്ത്രിക്കുമെന്ന് നാളെ മരുന്ന് കഴിച്ച് ഡയബറ്റീസ് മാറ്റാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. കുറച്ച് നാൾ അവർ റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ല ചെയ്യേണ്ടത്, മിനിമം 5 ദിവസമെങ്കിലും ആഴ്ചയിൽ നല്ല ഒരു ഹാഫ് ആൻ അവറെങ്കിലും എക്സർസൈസ് ചെയ്താൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാം. ചിലപ്പോഴെങ്കിലും നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ചെയ്യാം. അങ്ങനെ പറയും. പല ഡോക്ടർമാരും പല ഇതാണ് പറയുന്നത്. നമ്മള് ഓരോരുത്തരും പറഞ്ഞറിവാണ്. നമുക്ക് അതുപോലെ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഫ്രൂട്ട്സിന് ഏതൊക്കെ കഴിക്കാൻ പറ്റുന്ന കൂടി ഒന്ന്. ഓറഞ്ച് നല്ല ഫ്രൂട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. പപ്പായ നല്ല ഫ്രൂട്ടാണ്. അതിനൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിച്ച ഉടനെ ഇങ്ങനെ ഷുഗർ കൂട്ടുന്ന ഒരു ഇഫക്റ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാം. അതുപോലെ പച്ചക്കറികളിൽ തന്നെ ക്യാരറ്റൊക്കെ ഷുഗർ കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാം. മാംഗോ നല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ്. മാമ്പഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഷുഗർ അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നമ്മുടെ നാട്ടിൻ പുറത്ത് സുലഭമായ ഒരു ഫ്രൂട്ടാണല്ലോ മാമ്പഴം. അപ്പോൾ അതിന് നല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്, അതിന് പെട്ടെന്ന് ഷുഗർ കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് അറ്റ്ലീസ്റ്റ് വേറെ ആഹാരങ്ങളെങ്കിലും കഴിക്കാതിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ കാണില്ലേ, മാങ്ങ വരുമ്പോൾ മാങ്ങ തിന്നാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ച് പോവുക. പിന്നെ ഈ സിസ്റ്റം ബാധിക്കാതെ, ബാക്കി അവയവങ്ങളെ ബാധിക്കാതെ നമ്മൾ ഷുഗർ നിയന്ത്രിക്കുക. ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന പല രോഗികളുടെയും തുടക്കം ഡയബറ്റീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കാലിൽ ചപ്പലിടാൻ പറ്റാത്തവരുണ്ട്. ചപ്പൽ ഊരിപ്പോകുന്നവരറിയില്ല, ചൂടിൽ പോയി ചവിട്ടിയാൽ അറിയില്ല. അവിടെയെല്ലാം ഈ ന്യൂറോപ്പതിയാണ്, നെർവ്സിൻ്റെ എല്ലാം ഇഫക്റ്റ് പോകുന്നതാണ്. അതുപോലെ ഹാർട്ടിന് അസുഖം വരുന്നത്, കാർഡിയാക് ഫെയിലിയർ വരുന്നത്, അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നത്, ഇങ്ങനെയുള്ള നമ്മളെ രക്തക്കുഴലിനെല്ലാം ഇത് ബാധിക്കും. അപ്പം അങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സ് വരാതെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം എന്ന് തന്നെയാണ്. അതിൽ നല്ലൊരു പങ്ക് എക്സർസൈസിനുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാഡം. ഡോക്ടർ, അപ്പോൾ നമ്മൾ ജുവനൈൽ ഡയബറ്റിക് കണ്ടീഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി അടുത്ത അഡോളസൻസിനെ ഈ ഡയബറ്റിക് എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പീരീഡാണ് ഈ അഡോളസൻ്റ് ഏജ് എന്ന് പറയുന്നത്. അഡോളസെൻറ്റിലാണ് ശരിക്കും ആ ഏജിൽ നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ ഒരു ബേസിക്സ് നമ്മൾ ഒരു ബേസ്മെൻ്റ് ഇടുന്ന പോലെയാണ്. ഇപ്പോൾ ഈ അഡോളസൻ്റ് ഏജിൽ ഇപ്പോഴും ഏറ്റവും കണ്ടുവരുന്നത് അമിതവണ്ണവും അതോടനുബന്ധിച്ചുള്ള ഹോർമോൺ പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശതമാനം അഡോളസൻ്റ് ഗേൾസും, പ്രത്യേകിച്ച് മെനാർക്കി കഴിഞ്ഞ ഉടനെ വീട്ടുകാർ വിചാരിക്കും നല്ല ആഹാരമൊക്കെ കഴിക്കട്ടെ, നല്ല തടി വയ്ക്കട്ടെ എന്നൊക്കെ വിചാരിക്കും ഒരു മെനാർക്കി കഴിഞ്ഞുകൊണ്ട്. പക്ഷേ ആ സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഈ എക്സർസൈസൊക്കെ ഇല്ലാതെ പോയാൽ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി പോലെയൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ, അതിൻ്റെ കൂടെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ആ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു സാധനമാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോഴേ അവരൊരു പ്രീ ഡയബറ്റിക് ആയിട്ട് ഇങ്ങനെ മാറും. പ്രീ ഡയബറ്റിക് തന്നെ അവർ ഡയബറ്റീസ് വരാൻ ടെൻഡൻസി ഉള്ള ഒരാളായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് അഡോളസൻറ്റിനെ കണ്ടാലും നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുന്ന ഇതാണ്. പല അഡോളസൻറ്റ് കുട്ടികൾക്കും ഇപ്പോൾ ഉറക്കമില്ല, രാത്രി എല്ലാം ഇരുന്ന് മൊബൈലെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കും, ഒരു എക്സർസൈസും ഇല്ല, ഫുൾ ടൈം ടി വിയുടെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ മുന്നിലിരുന്നിട്ട് അവർക്ക് എക്സർസൈസ് എന്നൊരു സാധനമില്ല. പിന്നെ ഡയറ്റിൽ വന്ന വ്യത്യാസം, നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് വന്നപ്പം ആരും ഫൈബർ ഡയറ്റോ ഇലക്കറികളോ ഒന്നും കഴിക്കുന്നില്ല. അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഡയറ്റ് മാത്രം. ഇപ്പോൾ ഫ്രൈഡ് സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്വീറ്റ്സ് ഇപ്പം അതിൻ്റെ ഒരു വെറൈറ്റി പറഞ്ഞാൽ എന്തെല്ലാം തരം സ്വീറ്റ്സാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു സീസണലി മാത്രമാണ് നമ്മളൊക്കെ സ്വീറ്റ്സ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ഓണം വരുമ്പോൾ കുറച്ച് പായസമൊക്കെ കുടിക്കും, ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ കുറച്ച് കേക്കൊക്കെ കഴിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയാണോ? ഡെയിലി നമ്മൾ അത് കഴിക്കുകയാണ് സ്വീറ്റ്സ്. അതും
ഇപ്പോൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞല്ലോ തിന്നാൽ ഉടനെ അങ്ങ് ഷുഗർ കൂടുന്ന തരം സ്വീറ്റ്സ്, ഐസ്ക്രീം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ അഡോളസെൻ്റ് ഏജിൽ തന്നെ ഈ മെറ്റബോളിക് സിൻഡ്രോം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി കല്യാണം കഴിച്ചെടുത്ത് പ്രഗ്നൻ്റായി വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡയബറ്റിക്കായിട്ട് മാറും. ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ. കോളർ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എന്റെ പേര് ലക്ഷ്മി. എവിടെ നിന്നാ വിളിക്കുന്നത്? പറഞ്ഞോളൂ. ഞാൻ കൊല്ലത്തുനിന്ന്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചു. പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ആ വിളിച്ചത്. പറയും. അവൾക്ക് കല്യാണത്തിന് മുമ്പേ അവൾക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ട്. ആ അപ്പൊ ഇപ്പൊ അവള് പ്രഗ്നന്റ് ആണ്, 6 മാസമായി. അവള് ആദ്യമേ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട്. എങ്കിലും ഇപ്പം ഇത്തിരി കൂടുതലാണ്, മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഷുഗർ അല്പം കൂടുതലാണ്. പറയുന്ന ഡയറ്റും എല്ലാം നോക്കുന്നുണ്ട്. ഇനി കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടോ ഡോക്ടർ? എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി? പ്രഗ്നൻസിയിലെ ഡയബറ്റിസ് അതൊരു ശരിക്കും നമ്മൾ പ്രഗ്നൻസിയിലെ ഒരു കോംപ്ലിക്കേഷനായിട്ട് തന്നെയാണ് നമ്മൾ ഡയബറ്റിസ്. 2 രീതിയിൽ വരെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ പ്രഗ്നൻ്റ് ആവും മുമ്പേ ഡയബറ്റിസ് ഉള്ള ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പം വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ ഡയബറ്റിസ്. പിന്നെ പ്രഗ്നൻസിക്ക് മുമ്പ് ഡയബറ്റിസ് ഒന്നും ഇല്ലാത്ത ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പുതുതായിട്ട് വരുന്ന ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. അത് മിക്കവാറും ഞാൻ ഈ നേരത്തെ പറഞ്ഞ അഡോളസെൻ്റ് ഏജിൽ അമിതവണ്ണവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നവർക്കാണ് ഈ സമയത്ത് വരുന്നത്. പ്രഗ്നൻസിയിൽ നമ്മൾ അതിനായിട്ട് പല പ്രാവശ്യം നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എല്ലാവരും നോക്കാറുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റായി വരുമ്പോൾ തന്നെ അതിന് മുമ്പ് ഡയബറ്റീസ് എങ്ങാനും നമ്മൾ അറിയാതെ ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. നമ്മളതെല്ലാം ചെയ്ത് നോക്കും. ഈ ഡയബറ്റിക്സ് ഉള്ള ആളിനുള്ള റിസ്ക് എന്ന് പറയുന്നത് അവർ പ്രഗ്നൻ്റ് ആകുമ്പോഴേ ഡയബറ്റിക്കാണ്. അപ്പോൾ ആ സമയത്ത് വൈകല്യങ്ങളുടെ സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കണമെന്നൊന്നുമില്ല, സാധ്യത കുറച്ച് കൂടുതലാണ്. നമ്മുടെ ജനറൽ പോപ്പുലേഷന് തന്നെ ഒരു വൈകല്യത്തിന് ഒരു ചെറിയ സാധ്യതയുണ്ട്. അതിനേക്കാൾ കൂടുതൽ വൈകല്യ സാധ്യത ഇവർക്കുണ്ട്. പിന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഗർഭം നഷ്ടപ്പെട്ടു പോകാൻ, അലസിപ്പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഈ നേരത്തെ ഡയബറ്റിസ് ആവുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. നമ്മൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരിപ്പോൾ പ്രീ കൺസെപ്ഷൻ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും പ്രഗ്നൻസി വരാം. പക്ഷെ അതിന് മുമ്പ് തന്നെ ഡയബറ്റീസ് പറ്റുന്ന അത്രയും കൺട്രോൾ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഏർലി അപ്പോൾ നമ്മൾ മിക്കവാറും ഇൻസുലിൻ തന്നെയാണ് കൊടുക്കുന്നത്. നല്ല കൺട്രോളിന് എപ്പോഴും നല്ലത് ഇൻസുലിനാണ്. നമുക്കത്ര നല്ലൊരു കൺട്രോൾ വേണമെന്നുള്ളപ്പോൾ നമ്മൾ ഇൻസുലിൻ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭിണിയായി കഴിയുമ്പോൾ എപ്പോഴും ഗർഭകാലത്തെ ഹോർമോൺസിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഡയബറ്റീസ് കൂട്ടാനാണ്. പല പ്ലാസൻ്റയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പല ഹോർമോൺസും ഡയബറ്റീസ് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടുന്നവയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബ്ലഡ് ഷുഗർ കൂടി തന്നെ ഇരിക്കും. അപ്പോൾ ഇതിന് വരുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വലിപ്പം കൂടുതൽ, അമിതമായിട്ട് കുഞ്ഞ് വലിപ്പം വയ്ക്കും. അപ്പോൾ അത് മദറിന് റിസ്ക്കാണ്, അമിതമായിട്ട് കുഞ്ഞ് വണ്ണം വെച്ചിട്ടിരുന്ന. പിന്നെ ഉള്ളത് നമ്മൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ പലപ്പോഴും പണ്ടൊക്കെ ഡയബറ്റീസ് നമ്മൾ കണ്ടുപിടിച്ച അന്നൊന്നും ഇത്രയും സ്ക്രീനിങ് ടെസ്റ്റുകളൊന്നുമില്ല. ആ സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ ഡയബറ്റീസ് എന്ന് സംശയിക്കുന്നത് തന്നെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകുമ്പോഴാണ്. ഡയബറ്റീസ് എന്ന് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിവർ ഡയബറ്റിക് ആയിരുന്നു എന്നറിയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പലവട്ടം നോക്കുന്നുണ്ട്, പിന്നെ അത്ര റിസ്ക് ഉള്ള ഒന്നാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും എല്ലാവർക്കും വരുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ല. ഇപ്പം ഒരു ഗർഭിണിയുടെ വീട്ടിൽ നിന്നല്ലേ വിളിച്ചിരുന്നത്. അപ്പം ഞാൻ അവരോട് പറയുകയാണ്, നമ്മളെ പറ്റുന്ന അത്രയും നിയന്ത്രിക്കുക ഡയബറ്റീസ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീട്ടിനകത്ത് നടക്കുകയും വെറുതെ എനിക്ക് അസുഖമാണെന്ന് നിരാശപ്പെട്ട് പ്രഗ്നൻസി ഒരു സ്ട്രെസ് കണ്ടീഷനാണ്. സ്ട്രെസ് എപ്പോഴും ഡയബറ്റീസ് കൂട്ടുന്നതാണ്. അയ്യോ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞ് നമ്മൾ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അതൊക്കെ ചുരുക്കമായിട്ട് വരുന്ന ചില കോംപ്ലിക്കേഷൻസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിലെന്ന്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പറ്റുന്നത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം പട്ടിണി കിടന്നിട്ട് ഡയബറ്റീസ് മാറ്റാൻ പറ്റില്ല. നമ്മൾ ആഹാരം കഴിച്ചേ പറ്റൂ ഗർഭകാലത്ത്. അപ്പോൾ അത് ചെറിയ അളവിൽ കൂടുതൽ പ്രാവശ്യം ഗ്യാപ്പിൽ കഴിക്കുക. ഇപ്പോൾ നമ്മൾ 3 നേരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർ 6 നേരമോ 8 നേരമായിട്ട് കുറച്ച് കഴിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഇൻസുലിൻ ആവശ്യമുണ്ടെങ്കിൽ അത് അളവിനെടുക്കുക.
ബ്ലഡ് ഷുഗർ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഗർഭകാലം വളരെ കെയർ വേണ്ടുന്ന ഒന്ന് തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പം നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നേരത്തെ ഡയബറ്റീസാണ്, അപ്പോൾ നമുക്ക് കുഞ്ഞില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ കിട്ടാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ വേണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. കുഞ്ഞിന് അമിതമായിട്ട് തൂക്കം വരുന്നോ എന്ന് നോക്കും. കുഞ്ഞിൻ്റെ രക്തഓട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നോ എന്ന് നോക്കും. ഇതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെയും കുഴപ്പമില്ലാതെ ഒരമ്മയും സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക ഡോക്ടർ. അപ്പോൾ ഈ കോളറിന് മുന്നേ നമ്മൾ അഡോളസെന്റ് പീരിയഡ് ഡയബറ്റീസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അഡോളസെന്റ് ടൈമിൽ നമ്മൾ ഫുഡൊക്കെ നല്ല ഡയറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല, ഡയറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏജ് അല്ല അഡോളസെന്റ് ഏജ്. ജീവിതത്തിൽ നമുക്ക് തിന്നാൻ പറ്റുന്ന എല്ലാം തിന്നണമെന്നാണ് ഞാൻ കൊച്ചു പിള്ളേരോട് പറയുന്നത്. അപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് തിന്നുന്നത്? ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു സെലക്റ്റീവ് ഈറ്റിംഗ് ഭയങ്കര ദോഷമാണ്. എല്ലാം തിന്നണം, എല്ലാം തിന്ന് നോക്കണം. ഓരോ സാധനം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരരുതെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാം കഴിക്കുക, മിക്സഡ് ഡയറ്റ് കഴിക്കുക. ഞാൻ എന്നും പൊറോട്ടയും പൊരിച്ചിറച്ചി മാത്രമേ കഴിക്കുള്ളൂ എന്നല്ല തീരുമാനം. എല്ലാം കഴിക്കുക. ഐസ്ക്രീമേ തിന്നൂടാ നല്ല തീരുമാനം. ഐസ്ക്രീം കഴിക്കാം, ഇടയ്ക്കൊക്കെ അതും കഴിക്കാം. പക്ഷേ 3 നേരം നമ്മൾ ഐസ്ക്രീം കഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡോളസെൻ്റ് ഏജിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കളിക്കാനൊക്കെ വിടണം. കുറച്ച് കളിക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം. ഇപ്പോൾ മിക്ക കുട്ടികൾക്ക് സൈക്ലിംഗ് അറിയാം. ഇപ്പോൾ എല്ലാവരും കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങളെ 2 വീലർ ഓടിക്കാൻ ഉള്ള പാകത്തിന് നേരത്തെ സൈക്ലിങ് അല്ലാത്ത എക്സർസൈസുകൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാക്കിംഗ്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു പ്രായമായ ആളാണ്, അവരുമായിട്ടൊന്ന് നടക്കാൻ പോവുക. അപ്പോൾ ഇവർക്കും ഒരു കൂട്ടായി, അവർക്കും ഒരു കൂട്ടായി, അങ്ങനെ. അപ്പോൾ അതെന്തെങ്കിലും ഒരു എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യുക. എല്ലാവരും പറയുന്നത് അവർക്ക് ട്യൂഷനുണ്ട്, പഠിക്കാൻ ഒരുപാടുണ്ട്, ഇതെല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അത് നമുക്കതൊരാവശ്യമാണെങ്കിൽ നമ്മളത് കണ്ടെത്തുമല്ലോ. അപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അഡോളസെൻ്റ് ഏജിൽ തന്നെ ഒരു വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്ത്, പിന്നെ ഇൻഹറൻ്റായിട്ട് വെയിറ്റ് കൂടിയ ആളുകളുണ്ട് കുറച്ചൊക്കെ. അത് അവർക്കും ഇത് നല്ലതാണ്. അവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതെ പോകും. എക്സസൈസ് വളരെയധികം ഒരു അതെന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നിന്ന് ഒത്തിരി മാറി. ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പം എൻ്റെയൊക്കെ കുഞ്ഞുകാലം നോക്കിയാൽ രാവിലെ സ്കൂളിൽ നടന്നു പോകണം, അത് 10-20 മിനിറ്റ് നടക്കണം. ഉച്ചയ്ക്ക് ആഹാരം തന്നു വിടില്ല, ഉച്ചയ്ക്ക് വന്ന് കഴിക്കണം, അപ്പോൾ 20 മിനിറ്റ്, പിന്നെ തിരിച്ച് സ്കൂളിൽ പോകാൻ വീണ്ടും 20 മിനിറ്റ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ 1 മണിക്കൂർ നമ്മൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് കുട്ടികളെങ്കിലും 1 ഇഞ്ച് നടക്കുമോ ഇന്ന്? ഉടനെ നമ്മൾ ഓട്ടോ വീട്ടിനകത്തെത്തുമെങ്കിൽ നമ്മൾ അവിടെ നിന്നേ കയറുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ്. കുറച്ചങ്ങോട്ട് നടന്നു പോലും ഒരു ഓട്ടോയ്ക്ക് നമ്മൾ. അപ്പോൾ പിന്നെ സ്കൂളുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, PT എന്നൊക്കെ പറഞ്ഞ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ആ സമയത്ത് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറഞ്ഞതിന് പോവാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശീലമായിപ്പോയി നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ ഒരു ശീലം വന്നതുകൊണ്ട് ആണ് ഇന്നത്തെ ഒരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൊച്ചുകുട്ടികൾക്ക് വരുന്നത്. അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് പണ്ട് അസുഖമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ ഒരിക്കലും ഡോക്ടറുടെ ഒക്കെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരില്ല ഈ അഡോളസെൻ്റ് ഏജിലൊന്നും. ഇപ്പോൾ അഡോളസെൻ്റ് ഏജിൽ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മെൻസ്ട്രൽ പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചേ പറ്റും. അതുപോലെ ഡോക്ടർ, ഇപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് സിംറ്റംസ്, ആദ്യത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളിൽ ഡയബറ്റീസ് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഗർഭിണികളുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിനെ ആരെങ്കിലും നമ്മൾ ചോദിച്ചാൽ പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഇതിനൊരു വ്യത്യാസമുണ്ട് മറ്റവരെക്കാൾ. അതുതന്നെ സ്ത്രീകളിൽ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാരിലില്ലാത്ത മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, മെനോപോസ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അവയവങ്ങൾ തന്നെ നോക്കിയാൽ സ്ത്രീകളിലെ നമ്മുടെ യോനിഭാഗം, നമ്മുടെ ബ്രസ്റ്റ്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള ഓരോ സിംറ്റമാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ഒരു സാധാരണ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. നമ്മൾ കുറച്ച് പ്രായമായിട്ട് വരുന്ന ഡയബറ്റീസ് നമ്മുടെ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഡയബറ്റീസിൻ്റെ പലരുടെയും ലക്ഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഏറ്റവും പ്രധാനമായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ നമ്മുടെ അടുക്ക വരുന്നത്, ഒന്ന് നമ്മുടെ യോനി ഭാഗത്ത് വെള്ളപ്പോക്കെന്ന് പറയും. പലരും വെള്ളപ്പോക്ക്, എപ്പോഴും എനിക്ക് വെള്ളപ്പോക്കാണ്, ചൊറിച്ചിലാണ്, തുടഭാഗത്ത് യോനി ഭാഗത്ത് അതിൻ്റെ ഇടയിലെല്ലാം ചൊറിച്ചിലാണെന്ന് പറഞ്ഞ് വരുമ്പോൾ
നമ്മളെപ്പോഴും ഒരു ഏജിൽ നമ്മൾ ഷുഗർ നോക്കാൻ പറയും. പിന്നെ ഷുഗറിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് അത് ഈ നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് അവർക്കുണ്ടാകും. എപ്പോഴും ഡയബറ്റീസിനൊരു അണുക്കൾ വളരാൻ നമ്മുടെ ഒരു മീഡിയമാണ് നമ്മുടെ ബോഡി. അപ്പോൾ അങ്ങനെ വരും ഡയബറ്റീസിൻ്റെ വരും. പിന്നെ ഉള്ളത് നമ്മൾ ബാർത്തോളിൻ എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട് ഈ യോനി ഭാഗത്ത്. അതിന് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ വരും. റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ അത് പെയിനായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ആദ്യമായിട്ട് അവർക്ക് ഷുഗർ ഉണ്ടെന്ന് അവർ അറിയുന്നത് തന്നെ. അപ്പോൾ അതൊരു ലക്ഷണമാണ്. പിന്നെ നമ്മളുടെ ഈ വേർപ്പ് തങ്ങുന്ന ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത് വരിക, ചൊറിച്ചിൽ വരിക, അപ്പോൾ ത്വക്കിലുള്ള ഇൻഫെക്ഷൻസ് ധാരാളം ഇങ്ങനെ വരാം. ഏറ്റവും പ്രധാനമായ വേറൊന്നെന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. നമ്മുടെ സ്ത്രീയുടെ ഒരു യൂറിത്ര എന്ന് പറയുന്നത് വളരെ നീളം കുറഞ്ഞു വന്നാൽ പെട്ടെന്ന് യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത യൂറിനറി ഇൻഫെക്ഷനായിട്ട്. അപ്പോൾ പലരും എനിക്ക് എപ്പോഴും മൂത്രത്തിൽ പഴുപ്പ് വരുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഡയബറ്റിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പിന്നെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുക, വെയിറ്റ് കുറയുക, പലരെയും നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ഡയബറ്റിക് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾഡ് അല്ലാത്ത ഡയബറ്റിക് ആയ ആൾക്കാർ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പലരും കാണുമ്പോൾ തന്നെ ഇവർക്കൊരു ഡയബറ്റിക് ലുക്കെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വിഷനിൽ വരുന്ന വ്യത്യാസം, നല്ല കാഴ്ച ഉണ്ടായിരുന്ന ആളിന് പെട്ടെന്നൊരു പ്രശ്നം വരിക, പിന്നെ ഹാർട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല തരത്തിലാണ് ഡയബറ്റീസ് വരുന്നത്. അത് എല്ലാവർക്കും ഒരേ ലക്ഷണത്തോടെ വരണമെന്നില്ല. പലർക്കും ഇങ്ങനെ വ്യത്യാസപ്പെട്ട ലക്ഷണങ്ങളിലാണ് ഡയബറ്റീസ് വരുന്നത്. പക്ഷേ നമുക്കത് ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളെപ്പോഴും അവരെ വിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമുള്ളത്, നമ്മുടെ പ്രഗ്നൻസിയിലെ ഡയബറ്റീസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഗർഭിണിയായിരിക്കുമ്പോൾ ഡയബറ്റീസ് വരുന്ന എല്ലാ സ്ത്രീകളും കുറച്ചും കൂടെ അടുപ്പിച്ചടുപ്പിച്ച് ബ്ലഡ് ഷുഗർ നോക്കണം. അവർക്ക് ഭാവിയിൽ ഇപ്പം പ്രഗ്നൻസിയിലെ ഷുഗർ എന്ന് പറയുന്നത് ഗർഭകാലത്ത് വരും, പ്രസവമൊക്കെ കഴിയുമ്പോൾ അതെല്ലാം നോർമലാണ്. പിന്നെ നമുക്ക് മരുന്നൊന്നും സാധാരണഗതി വേണ്ടി വരില്ല. അവരെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അവർ അമിതമായിട്ട് വണ്ണം വയ്ക്കാതെയും കുറച്ച് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ചാൻസ് പിന്നെ ഭാവിയിൽ ഡയബറ്റീസ് വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ ജീവിത ശൈലിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ അത് കഴിയുമ്പോൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ആൻഡ് ഡോക്ടർ, ഈ ഡയബറ്റീസ് ആൻഡ് മെനോപോസ് എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്? പെട്ടെന്നപ്പം മെനോപോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്? ഇല്ല, അങ്ങനെയല്ല. മെനോപോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പണ്ടൊക്കെ നമ്മൾ 45 എന്ന് പറയുന്നത് ഒരു 50-55 വരെ പോകുന്നവരുണ്ട് മെനോപോസ്. ആ ഏജാണ് എപ്പോഴും ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന സമയം. ആ സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ സ്ത്രീകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ന്യൂറോപ്പതി വരാം, സന്ധിക്കൊക്കെ വേദന വരുമ്പോൾ ഈ സമയത്ത് നമ്മൾ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുണ്ട്, നമുക്ക് ബോണിനൊക്കെ ഒരു വീക്ക്നെസ് വരുന്ന സമയമാണ്. അല്ലാതെ തന്നെ ബോഡിക്കൊരു മെനോപോസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്ന സമയമാണ്. ആ സമയത്ത് ഡയബറ്റീസും കൂടെ വരികയാണെങ്കിൽ പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ യോനി ഭാഗത്ത് നമ്മുടെ യൂട്രസ് കുറച്ച് താഴോട്ട് വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ തന്നെ ചെറിയ രീതിയിൽ വരുന്ന സമയമാണ് നമ്മുടെ മെനോപോസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കൂടെ നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും പെട്ടെന്ന് അവർക്ക് ആരോഗ്യം ക്ഷയിച്ചതായിട്ടുള്ളൊരു ഫീല് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈസ്ട്രജനാണ് സ്ത്രീ ഹോർമോൺ എന്ന് പറയുന്നത്. അതൊരിങ്ങനെ വെയിൻ ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് മാറുമ്പോൾ തന്നെ ഒരു ക്ഷീണം, ഒരു വ്യത്യാസങ്ങൾ സ്ത്രീയുടെ ശരീരത്തിൽ വരുന്നതാണ്. അതോടൊപ്പം നമ്മൾക്ക് ഡയബറ്റീസും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? ഹലോ, പറഞ്ഞോളൂ, പേരെന്താ? എന്റെ പേര് ആതിര എന്നാണ്. എവിടുന്നാ വിളിക്കുന്നത് ആതിര? ഞാൻ കാട്ടായി കോണത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, നമസ്കാരം മാഡം. നമസ്കാരം, പറയൂ. മേഡം, എന്റെ പേര് ആതിര. മേഡം, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഷുഗർ ഇല്ല. പ്രഗ്നന്റ് ആയി 3 months ഒക്കെ ആയപ്പം ഷുഗർ ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഡോക്ടേഴ്സ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉണ്ട്, ഹൈ റിസ്ക് ആന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. 8 months ഒക്കെ ആയപ്പോഴത്തേനും സിസേറിയൻ വഴി കുഞ്ഞിനെ പുറത്തെടുത്തു. ഇപ്പൊ കുഞ്ഞിന് 1 വയസ്സുണ്ട്.
വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഷുഗർ എനിക്ക് ബോഡിയിൽ കുറയുന്നേ ഇല്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഷുഗറും കുറയുന്നില്ല, BP യും കുറയുന്നില്ല, സ്റ്റിൽ അതേ റേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ആണ്, ഡയറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ മാറുന്നില്ല. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇനി മാറത്തില്ല. ഇങ്ങനെ മുലപ്പാല് കൊടുക്കുന്നുണ്ടോ? കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എത്ര വയസ്സുണ്ട് എനിക്ക് 34 ഉണ്ട്. പിന്നെ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നു? BP-ക്കുള്ള മെഡിസിൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഷുഗറിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല ഞാൻ. അപ്പൊ ഷുഗർ നിർത്താൻ പറഞ്ഞിട്ടാണോ നിർത്തിയത് മെഡിസിൻ? അത് ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസിയിൽ വന്ന ഷുഗർ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മാറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തതുമില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നുണ്ട്. അല്ല അപ്പൊ നോക്കിയോ? പിന്നെ ഷുഗർ നോക്കിയപ്പം 100 ആയിരുന്നു. 100 കുഴപ്പമൊന്നുമില്ല. 100 ഡയബറ്റീസ് അല്ല. 100 ഡയബറ്റീസ് അല്ല. ഇപ്പൊ ചെയ്യുന്ന എക്സർസൈസ് ഒക്കെ ചെയ്ത് പോയാൽ മതി. ഫാസ്റ്റിംഗ് 100 എന്ന് പറയുന്ന ഡയബറ്റീസ് അല്ല. ഡയബറ്റീസിന് ഇതാണ് ബ്ലഡ് ഷുഗർ എങ്കിൽ മെഡിസിൻ ആവശ്യമില്ല. ഇയാളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ കുറച്ച് ഏജ് ആയിട്ടാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നത് അല്ലേ? 34 വയസ്സുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏജ് ആയിട്ട് പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞിട്ട് അപ്പോഴ് നമുക്ക് ഡയബറ്റീസും കൂടെ വന്നാൽ ആ ഡയബറ്റീസ് മാറാതെ നിൽക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞാൽ സാധാരണ നമ്മൾ 6 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കാൻ പറയും ഇയാൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് 100 നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ എക്സർസൈസ് ഒന്നും നിർത്താൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിനേക്കാളും കൂടിപ്പോയോ. ആഹാരം കഴിച്ചിട്ടുള്ളതും നോക്കണം കേട്ടോ. ആഹാരം കഴിച്ചിട്ടുള്ളത് നോക്കി ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ മരുന്നുകളൊന്നും ആവശ്യം വരത്തില്ല. നിങ്ങളുടെ ജീവിതശൈലിയിലും ആഹാരത്തിലും ഒക്കെ ക്രമീകരണം നടത്തി നിങ്ങൾക്ക് പോകാൻ പറ്റും. ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറുന്ന ഡയബറ്റീസ് 6 ആഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഡയബറ്റീസ് കാണില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്നവർക്ക് എപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുമ്പോൾ വരുന്ന ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്നുള്ള നിർബന്ധമാണ്. BP-യുടെ മരുന്ന് കഴിക്കുന്നുണ്ടോ? അപ്പോൾ BP അതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കി ചിലർക്ക് നിർത്താൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഈ 1 ഇയറോളം നിർത്തിയിട്ടില്ലെങ്കിൽ ചെറിയ ഡോസ് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതിൽ നിങ്ങളുടെ ഒരു പറയും ഈ BP ഷുഗർ നമ്മുടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് ചില സമയത്ത് അതായത് ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് BP കൂടിയായിരുന്നു, ഭയങ്കരമായിട്ട് BP കൂടിയായിരുന്നു. ആ സമയത്ത് പക്ഷെ ഷുഗർ ടെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് മറ്റേ ഗ്ലൂക്കോമീറ്റർ വെച്ച് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം ഷുഗർ കുറവും BP കൂടുതലുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് ഡേഞ്ചർ വല്ലതാണോ? ഇല്ല, ഷുഗർ കുറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ നോർമലായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാളിന് കുഴപ്പമൊന്നും വരത്തില്ല. ഷുഗറും BP-യും കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന സാധനങ്ങളാണ്. അത് രോഗങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ ആ രോഗങ്ങൾ നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒന്നുണ്ടെങ്കിലും മറ്റതിൻ്റെ കുഴപ്പം കൂടെ വരുമ്പോൾ ഡബിളാണ് കുഴപ്പം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇയാളുടെ ഷുഗർ ഫാസ്റ്റിംഗ് 100 ഉള്ളെങ്കിൽ എനിക്ക് മെഡിസിൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഇയാൾ നോക്കിക്കൊള്ളണം. ഇയാളുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് എൽഡർലി ആയിട്ടാണ് ഇയാൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ വരുന്ന സാധനങ്ങൾ നമ്മൾ ഓൾഡ് ഏജ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുമ്പം വരുന്ന അസുഖങ്ങളോട് അങ്ങനെ അങ്ങ് നീണ്ടു പോകാനൊരു സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ തുടർച്ചയായിട്ട് അതും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യമാണെങ്കിൽ മാത്രം മതി മരുന്നുകൾ. BP-യുടെ മരുന്ന് ഇപ്പോൾ കഴിക്കുന്നെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുക. ഓക്കെ മാഡം, ഈ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഈ 8 മാസം ഞാൻ ഷുഗറിന്റെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് അതുകൊണ്ട് വേറെ ഇല്ല. ആ മെഡിസിൻസ് എല്ലാം കുഞ്ഞിനും സേഫാണ്. കുഞ്ഞിന് ദോഷം വരുന്നത് അമ്മയുടെ ശരീരത്തിൽ ബ്ലഡ് അമിതമായിട്ട് കൂടുമ്പോഴാണ്. ഈ കുഞ്ഞിനും ഇനി ഇതേ റിസ്കുകൾ അത് വളരുമ്പോഴുണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടി. അപ്പോൾ അതുമൊക്കെ കുഞ്ഞിനെയും നമ്മൾ കുഞ്ഞിലെ തന്നെ എൻ്റെ ജീവിതശൈലിയിലൊക്കെ നല്ല എക്സർസൈസൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ പഥ്യം നോക്കാനല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ എല്ലാ ആഹാരങ്ങളും കൊടുത്ത് എക്സർസൈസോടെ നല്ലൊരു ജീവിതശൈലി നല്ല ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക ഡോക്ടർ. ഒരു കോളർ കൂടെ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഹലോ
ഹലോ മാഡം, ആ പറഞ്ഞോളൂ. ആരാ, പേരെന്താണ്? സുഗന്ധി എവിടെന്നാ വിളിക്കുന്നേ? കോട്ടയം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി 23 ആയിരുന്നു. അപ്പം ഡയബറ്റിക് ആയിരുന്നു. പ്രഗ്നൻസി കഴിഞ്ഞപ്പോ മാറിയായിരുന്നു, ഡെലിവറി കഴിഞ്ഞപ്പോ. പക്ഷെ തേർഡ് 28, 29 ആയിരുന്നു സെക്കൻഡ് വന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് ഡയബറ്റിക് ആയി. അപ്പൊ പിന്നെ ഞാനങ്ങ് ക്ഷീണിക്കുന്നു, കുഞ്ഞൊക്കെ ക്ഷീണിക്കുന്നു എന്ന് നോക്കിയപ്പം 170 ഡയബറ്റിക് ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഡോക്ടർ കേഗ്ലൈം എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കുറിച്ച് വന്ന് അത് ഞാൻ മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞാൻ ആയുർവേദ മരുന്ന് നോക്കി, ഹോമിയോ മരുന്ന് നോക്കി, പക്ഷെ ഇതൊന്നും കൊണ്ടും കൺട്രോൾ ആയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് 48 ഏജ് ഉണ്ട്. അന്നേരം ഇപ്പോഴും ഡയബറ്റിക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക്. ഇപ്പോഴും ഗുളികകളിൽ നിൽക്കുന്നുണ്ട്. ഗുളിക കഴിക്കും. കേഗ്ലൈം 1 mg ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട് പ്രൈവറ്റ്. പക്ഷെ ഈയിടെ ഞാൻ ഒരു 1 മന്തില് ഹെൽത്തിൽ പോയി പെത്താളിൽ മേടിച്ച് കഴിച്ചു. പക്ഷെ എനിക്ക് കാലിനൊക്കെ ഭയങ്കര വലിക്കുക, സ്കൂളിൽ കൊണ്ട് ഭയങ്കര വേദനയൊക്കെ. ഞാൻ പിന്നെ കേഗ്ലൈം കഴിക്കാൻ തുടങ്ങി. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അല്ല, ഇതിപ്പം ആദ്യത്തെ ഗർഭത്തിൻ്റെയും രണ്ടാമത്തെ ഗർഭത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗർഭിണിയായ ഉടനെ വരുന്നത് ഗർഭകാലത്തെ ഡയബറ്റീസ് അല്ല. നിങ്ങൾക്ക് 1 മാസം ആയപ്പോൾ ഡയബറ്റീസ് കണ്ടു എന്നല്ലേ പറഞ്ഞത്. അപ്പോഴും നിങ്ങൾക്ക് ആദ്യത്തെ ഗർഭം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് അത് പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടില്ല, നിങ്ങൾ അറിയാതെ പോയതാണ്. ആദ്യത്തെ മാസത്തിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡയബറ്റീസ് മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വർഷങ്ങളായിട്ട് ഡയബറ്റിക് തന്നെയാണ്. അത് അതാ ഞാൻ. അപ്പോൾ ഇത്രയും വർഷം ഡയബറ്റീസ് നമുക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നിയന്ത്രണം ഇല്ലാതെ പോയ സമയങ്ങളും കാണും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറച്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് നിയന്ത്രിക്കാൻ നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണിനാണെങ്കിൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം നിങ്ങളുടെ സിസ്റ്റങ്ങളെ അല്ലെങ്കിൽ ബോഡിയിലെ ഓരോ അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലുണ്ട്. എപ്പോഴും ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് മാറാൻ പറ്റില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എക്സർസൈസൊക്കെ ചെയ്ത് തക്ക സമയത്ത് കറക്റ്റായിട്ട് നിയന്ത്രിച്ച് പോകും, അതേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് മാറാൻ സാധ്യത കുറവാണ്. വീണ്ടും വിളിക്കുക. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരിക്കും. ഈ മെഡിസിൻസിൻ്റെ ഇൻടേക്ക് കാരണം ഡയബറ്റീസിലോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഒരുപാട് അസുഖമുള്ളപ്പോൾ നമുക്കൊരു സ്ട്രെസ്സുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ, സ്ട്രെസ് ഡയബറ്റീസ് എന്ന് പറയും. അത് ശരിക്കും നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ വെച്ചിരിക്കുന്ന രോഗികൾക്ക്, നമ്മൾ ചെറിയ ഡയബറ്റീസ് ഉള്ളവരായിരിക്കും, അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്ത് ഓപ്പറേഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മരുന്നുകളുടെ ഡോസ് കൂട്ടി കൊടുക്കേണ്ടി വരും. അവരുടെ സ്ട്രെസ്സ് കൊണ്ട് അവർക്കുണ്ടാകുന്ന സ്ട്രെസ് ഡയബറ്റീസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ്സാണ്, അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വരും. പിന്നെ നമ്മൾ പല അസുഖങ്ങൾക്കും കഴിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്ക് കഴിക്കുന്ന സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ, പിന്നെ നമ്മുടെ ഈ ആർത്രൈറ്റിസ് പോലുള്ള മരുന്നുകൾ അസുഖങ്ങൾക്ക് കഴിക്കുന്ന സ്റ്റീറോയിഡ്സ് എന്ന് പറയും. അത് വളരെ എഫക്റ്റീവായിട്ട് വേറെ മരുന്നൊന്നും ഏൽക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് റിസോർട്ടായിട്ട് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത്. അതിനകത്തൊരു പ്രശ്നം നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, സ്റ്റീറോയിഡിൻ്റെ ഇത് കിട്ടിക്കഴിയുമ്പോൾ, സ്റ്റീറോയിഡിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് പെട്ടെന്ന് അപ്പോഴും നമുക്ക് ആശ്വാസം വരും. അത് നമ്മളൊരു അക്യൂട്ട് ഫേസിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ശ്വാസം മുട്ടൽ വേറെ ഒരു മരുന്നിൽ നിൽക്കുന്നില്ലെങ്കിൽ അപ്പം നമുക്ക് ആവശ്യം അപ്പോഴെന്താണ്, നമുക്ക് ശ്വാസം കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് ഈ സ്റ്റീറോയിഡ് പോലത്തെ മരുന്നുകൾ. അപ്പോഴതിന് നല്ല ഇഫക്റ്റാണ്, ആവശ്യവുമാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ വേറെ ഒരു കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടിരിക്കുന്ന പറഞ്ഞാൽ, ഈ പെൺകുട്ടികൾക്കൊക്കെ അവർ വണ്ണം വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആരാണിത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. സ്റ്റീറോയിഡിൻ്റെ മരുന്നുകൾ വളരെ വിലക്കുറവാണ് അതിൽ പല മരുന്നുകൾ. അതുകൊണ്ട് അവർ നല്ല സന്തോഷമായിട്ട് വാങ്ങി കഴിക്കും. അത് ശരിക്കും അവർ വണ്ണം വയ്ക്കുന്നതിലല്ല, അവരുടെ ബോഡിയിലൊരു ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുന്നതാണ്. അപ്പോൾ കണ്ടാൽ വണ്ണം വെച്ച പോലെ ഇരിക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നവരുണ്ട്. ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ ലൈഫ് സേവിങ് ആണ്. ചില അക്യൂട്ട് കണ്ടീഷൻസിൽ അത് അത്യാവശ്യമാണ്. എന്നാൽ ലോങ് ടേം യൂസിലൊരു പന്ന മരുന്നാണത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല.
പല അസുഖങ്ങൾക്കും നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് നാളൊക്കെ അത് കഴിക്കേണ്ടി വരും, എങ്കിലേ അത് ശരിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ജോയിൻസിലൊക്കെ വരുന്ന പല നീർക്കെട്ടുകൾ അതൊക്കെ മാറാനായിട്ട് കുറേ നാൾ നമ്മൾ കഴിക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അത് കുറച്ച് ഡോസൊക്കെ കുറച്ച് നമ്മൾ നിർത്തേണ്ടതാണ്. പക്ഷെ പലരും അത് ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് ചുമ്മാ തിന്നും. ഈ ശ്വാസം മുട്ടലിന് പെട്ടെന്ന് അത് ഇഫക്റ്റീവ് ആകുന്ന മരുന്നാണ്. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കുറേ കാലം കഴിയുമ്പോൾ വരുന്ന ഒരു ഇഫക്റ്റ് ഡയബറ്റീസ്. ഈ മരുന്നിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വരുന്നതാണ്. പിന്നെ മരുന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് പോകില്ല. നമുക്ക് ഓൾറെഡി അസുഖം വന്നു കഴിഞ്ഞു, പിന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ ചികിത്സ എടുക്കേണ്ടി വരും. അത് നിർത്തുമ്പം കുറച്ച് കുറയുമായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ ഡ്രഗിങ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ നമ്മുടെ ഇതെല്ലാം നമ്മുടെ എല്ലാ അവയവങ്ങളിൽ കൂടെയും നമ്മുടെ രക്തത്തിലൂടെ എല്ലാം കടന്നല്ലേ അത് പുറത്ത് പോവേണ്ടത്. അപ്പോൾ ആവശ്യമില്ലാത്ത മരുന്നുകൾ, അതിൽ മെയിൻലി ഷുഗർ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതൊക്കെയാണ് സാധ്യതകൾ കൂടുതൽ. ഇങ്ങനെയുള്ള മരുന്നുകൾ അനാവശ്യമായി കഴിക്കുക, ആവശ്യത്തിന് നമ്മൾ കഴിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലപ്പോഴും ലൈഫ് സേവിങ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ വന്നെന്ന് വിചാരിച്ചു, ഒരു മരുന്നിന് റിയാക്ഷനൊക്കെ വന്നാൽ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് സ്റ്റീറോയിഡ്. അതുപോലെ നമ്മൾ വേറെ ഒരു മരുന്നിലും കുറയാത്ത ശ്വാസം മുട്ടൽ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് സ്റ്റീറോയിഡ്. സീരിയസ് ആയിട്ട് കിടക്കുന്ന രോഗികൾക്ക് ചിലപ്പോൾ അവരുടെ ബാക്കി ഒരു ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. പക്ഷേ എന്നാൽ അതിങ്ങനെ ചുമ്മാ നീട്ടി, ഞാൻ നല്ല ആരോഗ്യമുള്ള പെൺകുട്ടികൾ തന്നെ ഈ പറഞ്ഞ പോലെ സില്ലി കാരണങ്ങൾക്ക് വണ്ണം വയ്ക്കാനായിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റീറോയിഡ് ഇങ്ങനെ തുടരെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ അലർജി ഉള്ളവർക്ക്, അലർജിക്ക് വളരെ ഇഫക്റ്റായ ഒരു മരുന്നാണ് സ്റ്റീറോയിഡ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ, പിന്നെ എപ്പോൾ അലർജി കണ്ടാലും ഫസ്റ്റ് കഴിക്കുന്ന ചിലപ്പോൾ ഈ മരുന്നായിരിക്കും. ചിലപ്പോൾ ആ മരുന്ന് അപ്പോഴാണ് ഒരു ഘട്ടത്തിൽ ആവശ്യം വന്നത്, പിന്നെ അത് ആവശ്യം വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വിജിലൻ്റായിട്ട് തന്നെ മെഡിസിൻസ് എടുക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഒരു കാര്യം ഡോക്ടർ, ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്നതാണ്. രക്തക്കൊല്ലുകളെയൊക്കെ വളരെ ബാധിക്കുന്ന ഒന്നാണ്, ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒന്നാണ് ഡയബറ്റീസ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ അറ്റാക്ക് വരുമെന്ന് പറയില്ലേ, അറ്റാക്ക് വരുന്ന പലർക്കും നമ്മളെന്താണ് പെയിൻ വരുന്നു, ഒന്നിൽ ചെസ്റ്റിൽ പെയിൻ വരുന്നു, അല്ലെങ്കിൽ അത് റേഡിയേറ്റ് ചെയ്ത് നെക്കിലോട്ട് വരുന്നു, അല്ലെങ്കിൽ കയ്യിൽ വരുന്നു. നമ്മൾ ഈ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് വരുന്ന അറ്റാക്കിന് ഒരു പ്രത്യേകതയുണ്ട്, അറിയില്ല. സൈലൻ്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. സൈലൻ്റായിട്ടാണ് വരുന്നത്. അവർക്ക് ഈ മറ്റവർക്ക് ശരിക്കും നല്ല ഡിസ്കംഫർട്ടായിരിക്കും MI വരുമ്പോഴേക്കും. പക്ഷേ ഡയബറ്റീസ് ഉള്ള രോഗികൾ വളരെ സഡൻ ഡെത്ത് ഉണ്ടാകുന്നത് ഈ MI വന്നിട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ സിംറ്റം അവർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ സൈലൻറ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആ പെയിൻ അറിയില്ല, പെയിൻ അറിയാതെ പോകുന്നത്. അത് സീരിയസ് ആയിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുള്ളൂ, നമ്മളറിയില്ല. അവരെന്ന് പറഞ്ഞാൽ മറ്റേത് നമ്മൾ പെയിൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമെങ്കിൽ ഇത് ചിലപ്പോൾ ബോധം കെട്ട് നമ്മുടെ BP ഒക്കെ താണ്, ആ ഒരു സ്റ്റേജിലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുള്ളൂ. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഡയബറ്റീസിൻ്റെതിന്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡയബറ്റീസിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ലക്ഷണമായിട്ട് പലരും വരുന്നത് അണുബാധ തന്നെയാണ്, പലതരം അണുബാധകൾ. ഇപ്പോൾ ഈ നമ്മൾ നെയിൽ ബെഡിൽ വരുന്ന ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, പെരോണിക്ക എന്ന് പറയും. ഡയബറ്റീസ് ഉള്ള സ്ത്രീകളിൽ അവർ വീട്ടിൽ കിച്ചണിലൊക്കെ എപ്പോഴും വെള്ളം നനയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ നെയിൽ ബെഡിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് എപ്പോഴും കൈയുടെ ഇവിടെ ഇൻഫെക്ഷനായിട്ട് വരുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോൾ OPയിൽ വരുന്ന ഒരു ശതമാനം ആളുകൾ ഇങ്ങനെയാണ്, കൈയുടെ നെയിൽ ഈ നഖച്ചുറ്റെന്ന് പറയും നമ്മൾ മലയാളത്തിൽ, അതിങ്ങനെ പഴുത്ത് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യോനി ഭാഗത്തുള്ള ബാർത്തോളിൻ സിസ്റ്റ് ഇൻഫെക്ഷനായിട്ട് വരുന്നവർ, പിന്നെ അരയിലൊക്കെ എവിടെയെങ്കിലും മുതുകിലിങ്ങനെ ഞൊണലുകൾ വന്നിട്ട് ആബ്സസ് വന്നിട്ട് എവിടെയെങ്കിലും, പിന്നെ ഒരു സെബേഷ്യസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് പഴുത്ത് വീർത്ത് അങ്ങനെ വരുന്നവർ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇൻഫെക്ഷൻസ് ആയിട്ടാണ് കോമൺ ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വേറൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്റ്റിൽ എപ്പോഴും എനിക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നു എന്ന് പറഞ്ഞിട്ട് റിക്കറൻ്റായിട്ട് വരുമ്പോൾ നമ്മൾ റിക്കറൻ്റായിട്ട് പിന്നെയും ഏത് ഇൻഫെക്ഷൻ വന്നാലും നമ്മൾ നോക്കുന്നത് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലരും എന്താണെന്നറിയാമോ, നമ്മളിപ്പോൾ ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 2 മാസം മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ മേഡം, എനിക്ക് ഒരു സൂക്കേടും ഇല്ല എന്ന് പറയും. നമ്മൾ വളരെ നിർബന്ധിക്കണം അവരെ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. എനിക്കില്ല, ഡയബറ്റീസ് ഇല്ല, പക്ഷെ ചെയ്തുകൊണ്ട് വരുമ്പോൾ വലിയൊരു കുഴപ്പത്തിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിങ്
എത്ര ദിവസത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഫ്രീക്വൻ്റായിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഡയബറ്റീസ് കണ്ടുപിടിക്കൂ. ഇപ്പം 2 മാസം മുമ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നുകൂടായികയില്ല. അതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ, നമ്മൾ ഡയബറ്റിക് അൾസേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അംഗവൈകല്യം വന്നവരുണ്ട്. കാലൊക്കെ മുറിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ വിരൽ മുറിച്ച് കളയേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെ പോകുന്നവർ ഒരുപാടുണ്ട്. അവിടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. ഈ അണുബാധ ഒന്ന് അതിൻ്റെ കൂടെ ഈ രക്തക്കൊള്ളികളിലൂടെ രക്തഓട്ടം നിന്ന് പോകുന്നു, രക്തക്കൊള്ളികളുടെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഒരു സിസ്റ്റത്തെയും അത് ബാധിക്കാതെ പോകില്ല. എല്ലാം മൊത്തത്തിൽ വരുന്ന ഒരു അസുഖം തന്നെയാണ്. അത് വരാതെ നോക്കുക, വന്നാൽ നിയന്ത്രിച്ച് നിർത്താൻ നോക്കുക, കോംപ്ലിക്കേഷൻസ് എത്രയും ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ കാലിലൊക്കെ തന്നെ ഒരു ഞുണൽ വരുമ്പം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ആ വിരൽ മുഴുവൻ നഷ്ടപ്പെടാനായിട്ട് ദിവസങ്ങളെടുക്കില്ല. പെട്ടെന്ന് അതങ്ങ് സ്പ്രെഡ് ചെയ്യും, ഡയബറ്റീസ് കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ്. പിന്നെ അത് പെട്ടെന്ന് തന്നെ കാലിൻ്റെ പാദത്തിലോട്ട് മാറും, മേളിലോട്ട് മാറും, പിന്നെ ചിലപ്പോൾ നമുക്ക് കാല് തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാൻ വളരെ അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ ഇല്ല, ഡയബറ്റീസ് ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് യങ്സ്റ്റേഴ്സ് മുതൽ പ്രായമായവർ വരെ. പണ്ടത്തേക്കാളും കേരളത്തിൽ വളരെ കൂടുതലെന്നാണ് പറയുന്നത് ഡയബറ്റീസിൻ്റെ ആ തോത്. അപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ വ്യതിയാനങ്ങൾ വരുത്തി മുന്നോട്ട് പോയാൽ നമുക്ക് ഇതിൻ്റെ ഇല്ലിഫക്ട്സ് ഇല്ലാതെ പോകാൻ പറ്റും. ഡോക്ടർ, ഈ ഹോർമോണൽ ഇംബാലൻസ് എങ്ങനെയാണ് ഈ ഡയബറ്റിക് കാരണം ഉണ്ടാവുന്നത്? അല്ല, ഡയബറ്റീസ് ഒരു ഹോർമോൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ വേറെ ഹോർമോണൽ പ്രശ്നങ്ങൾ നമുക്ക് വരാമെന്നുള്ളതാണ്. മെയിൻലി നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ തൈറോയിഡും കൂടെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തൈറോയിഡിന് ലക്ഷണമായിട്ട് വരുന്നവരെ നോക്കുമ്പോൾ ഡയബറ്റീസ് കാണും. ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ തൈറോയിഡ് ഡെഫിഷ്യൻസി കാണാൻ സാധ്യതയുണ്ട്. ഇന്റർ റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ആൻഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഡോക്ടർ ഫോർ ജോയിനിങ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു.